വിവാഹത്തിന് പങ്കെടുക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്നാലും എന്റെ മനസ്സുമനൊക്കെ അവിടെ ഉണ്ടാവും. ഞാൻ കാരണം സാറിന് ഒരുപാട് എന്തെങ്കിലും നന്മ ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ. ഇനി ഇങ്ങോട്ടൊക്കെ വരണം, ഞങ്ങൾ നോക്കിയിരിക്കും. തീർച്ചയായും. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാനൊന്നും തന്നില്ല. ആ ഷൺമുഖം, തന്റെ പേരിൽ പരാതിയൊന്നുമില്ല ഞാൻ എഴുതി കൊടുത്തു. കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ? ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തിരുന്നു. കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് KR നാരായണൻ വധുവാകാൻ ബർമയിൽ ഒരു ഉഷ കാത്തിരുന്നു. നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദ്രാശിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു. അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തു. ഒരു ദിവസം കണ്ടുമുട്ടും. കേണൽ രവിവർമ്മ തമ്പുരാന്റെ സഹായത്തോടെ ഒന്നിച്ച മണികണ്ഠനും മീനാക്ഷിയും സന്തോഷകരമായ ഒരു കുടുംബജീവിതം തുടങ്ങി. രവിവർമ്മയാവർ സ്വന്തം സ്വാർത്ഥത ഉപേക്ഷിച്ച് അവരുടെ ജീവിതം ഒന്നാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. സൈനിക നിയമ നടപടികൾ നേരിട്ട അദ്ദേഹം പിന്നീട് ആ ഗ്രാമത്തിലേക്ക് വരികയും അവരെയൊക്കെ സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ പോലെ പരിഗണിക്കുകയും ചെയ്തു. ഇതിനിടെ ഷൺമുഖത്തിനായി കാലം കാത്തുവെച്ചത് ആ ഗ്രാമത്തിലെ തന്നെ ആരും അറിയാതെ പോയ രാധികയായിരുന്നു. ഷൺമുഖം അവളെ വിവാഹം കഴിച്ചുവെങ്കിലും ആഗ്രഹിച്ച ജീവിതം അയാൾക്ക് അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഒരു അപ്രതീക്ഷിത അപകടത്തെ തുടർന്ന് കിടപ്പിലായ അദ്ദേഹം പിന്നീട് മരണമടഞ്ഞു. കുഞ്ഞിക്കുട്ടനും എന്നേക്കുമായി വിടവാങ്ങി. രവിവർമ്മ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ പഴയകാല തെറ്റുകളെല്ലാം തിരുത്തി ഒരു പുതിയ മനുഷ്യനായി മാറിയ അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഒരു ചെറിയ മലയോര ഗ്രാമത്തിലേക്ക് ഒരു ആത്മീയ യാത്ര പോകുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം കരീഷ്മയെ കണ്ടുമുട്ടുന്നത്. ഡൽഹിയിൽ ജനിച്ചു വളർന്ന കരീഷ്മ ഒരു ചെറിയ അനാഥാലയവും അവർക്ക് വേണ്ടിയുള്ള ഒരു സ്കൂളും ഇവിടെ നടത്തി വരികയായിരുന്നു. സ്വന്തം ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി തരണം ചെയ്ത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ ഇറങ്ങിത്തിരിച്ച ധീരയായ ഒരു സ്ത്രീയായിരുന്നു കരീഷ്മ. ഒരു ദിവസം കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഒരു വൈകുന്നേരം അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി മടങ്ങുകയായിരുന്ന കരീഷ്മയുടെ വാഹനം ഒരു മലഞ്ചെരുവിൽ വെച്ച് കേടായി. സഹായത്തിനായി ആരുമില്ലാതെ അവർ വഴിയിൽ ഒറ്റപ്പെട്ടു. ആ സമയത്താണ് വഴിപോക്കനായി രവിവർമ്മ അവിടെ എത്തുന്നത്. തന്റെ മിലിറ്ററി ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അദ്ദേഹം ആ വാഹനം നന്നാക്കി കൊടുക്കുകയും അവരെ സുരക്ഷിതമായി അനാഥാലയത്തിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഈ സഹായം പിന്നീട് ഒരു വലിയ സൗഹൃദത്തിലേക്ക് വഴിമാറി. കരീഷ്മയുടെ കരുണയും കുട്ടികളോടുള്ള സ്നേഹവും കണ്ട രവിവർമ്മയുടെ മനസ്സിലെ കരിനിഴലുകൾ മെല്ലെ നീങ്ങാൻ തുടങ്ങി. രവിവർമ്മയുടെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കാൻ തുടങ്ങി. തന്റെ ഭൂതകാലത്തെക്കുറിച്ച് അദ്ദേഹം അവളോട് തുറന്നു പറഞ്ഞു. കഴിഞ്ഞുപോയ തെറ്റുകളിൽ ജീവിക്കുന്നതിലല്ല, ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് പ്രധാനം. കരീഷ്മയുടെ ഈ വാക്കുകൾ രവിവർമ്മയെ ഒരുപാട് സ്വാധീനിച്ചു. അദ്ദേഹം ആ അനാഥാലയത്തിലെ കുട്ടികളെ സഹായിക്കാൻ തുടങ്ങി. പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും ഒടുവിൽ അവരെ വിവാഹത്തിലേക്ക് നയിച്ചു. ഏറെ വൈകാതെ തന്നെ രവിവർമ്മയ്ക്കും കരീഷ്മയ്ക്കും ഒരു മകൻ ജനിച്ചു, സിദ്ധാർത്ഥ്. അങ്ങനെ വർഷങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോയി. രവിവർമ്മയുടെയും കരീഷ്മയുടെയും മകൻ സിദ്ധാർത്ഥ് വളർന്ന് വലിയൊരു കമ്പനിയിൽ മിടുക്കരായ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. മറുവശത്ത് മണികണ്ഠനും മീനാക്ഷിക്കും 2 മക്കളാണുള്ളത്. മൂത്തയാൾ നിതീഷ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഇളയവൾ നിമ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രവിവർമ്മയുടെ മകൻ സിദ്ധാർത്ഥും മണികണ്ഠന്റെ മകൾ നിമയും വളരെ അടുപ്പത്തിലാണ്. നിമയുടെ എന്താവശ്യത്തിനും സിദ്ധാർത്ഥ മുന്നിലുണ്ടാവും. ആ സൗഹൃദം പിന്നീട് ആഴത്തിലുള്ള പ്രണയമായി മാറി. അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പഴയ ബന്ധത്തെക്കുറിച്ചെല്ലാം അറിയാമായിരുന്ന അവർ അതിനെക്കുറിച്ചെല്ലാം ഇടയ്ക്കിടെ തമാശയായി പറയുമായിരുന്നു. ഇതിനിടെ മീനാക്ഷിയുടെ മുത്തശ്ശിയും അവളുടെ അച്ഛൻ കുമാരനും മരണപ്പെടുന്നു. അങ്ങനെ നാളുകൾ വീണ്ടും മുന്നോട്ട് പോയി. 2 കുടുംബങ്ങളും ഒരേ മനസ്സോടെ സിദ്ധാർത്ഥിന്റെയും നിമയുടെയും വിവാഹത്തിന് സമ്മതം മൂളി. അങ്ങനെ പഴയ തലമുറയിലെ സ്നേഹവും കടപ്പാടും പുതിയ തലമുറയുടെ പ്രണയത്തിലൂടെ ഒന്നായി മാറി. നിമയുടെ ആഗ്രഹപ്രകാരം ആ പഴയ തറവാട്ടുമുറ്റത്ത് വീണ്ടും ഒരു മംഗളവാദ്യം മുഴങ്ങി. സിദ്ധാർത്ഥിന്റെയും നിമയുടെയും വിവാഹവേദിയായിരുന്നു അത്. പഴയ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ആ മംഗളകർമ്മത്തിൽ രവിവർമ്മയെ സഹായിക്കാൻ കുറുപ്പും എത്തിയിരുന്നു. പഴയ മിലിറ്ററി ചിട്ടകളെല്ലാം മാറ്റിവെച്ച് മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ അതിഥികളെ സ്വീകരിക്കുന്ന രവിവർമ്മയെ നോക്കി മണികണ്ഠൻ മീനാക്ഷിയോട് പറഞ്ഞു, അന്ന് നമ്മുടെ പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവിതവും കരിയറും ത്യാഗം ചെയ്ത ആളാണ് ആ നിൽക്കുന്നത്.
അദ്ദേഹം അന്ന് വഴിവിളക്കായി നമുക്ക് മുന്നിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതവും ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിമയുടെ കൈ സിദ്ധാർത്ഥന്റെ കൈകളിൽ പിടിച്ചേൽപ്പിക്കുമ്പോൾ മണികണ്ഠന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മണികണ്ഠൻ രവിവർമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ കാഴ്ച കണ്ട് കരീഷ്മയുടെയും മീനാക്ഷിയുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു.